ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് സ്റ്റിച്ചിങ് ഐഡിയാസും കൊണ്ടാണ്. അപ്പോൾ നമ്മൾ പാൻറ്റുകൾ പിന്നെ അതുപോലെ ചുരിദാറിൻ്റെ സ്ലീവ് അതെല്ലാം തയ്ക്കുമ്പോൾ നമ്മൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ മിഷീനുള്ളവർക്കാട്ടോ ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം ഇതിൻ്റെ സ്റ്റോറേജ് ബോക്സ് ഊരി വെച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ സ്ലീവ് ആണെങ്കിൽ സ്ലീവ് അല്ലെങ്കിൽ പാൻറ്റിൻ്റെ അടിഭാഗമൊക്കെ ഇതുപോലെ റൗണ്ടുള്ള എന്താ തയ്ക്കുന്നത് വെച്ചാൽ അത് ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെക്കുക. അവിടെ ഇത്ര സ്പേസ് വേണ്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സുഖമായിട്ട് ഇങ്ങനെ റൗണ്ടിൽ തയ്ച്ചെടുക്കാൻ നല്ല സുഖമാണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കാൻ അതിൻ്റെ അടി സ്പേസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കറങ്ങി വരുമ്പോഴൊക്കെ നമ്മൾ പിന്നെ സ്ലീവൊക്കെ ഇങ്ങനെ റൗണ്ടിൽ തയ്ച്ചെടുക്കാൻ നല്ല സുഖമാണ്. മറ്റേത് നമ്മൾ നീളത്തിൽ തന്നെ പിടിച്ച് തയ്ക്കേണ്ട ബാക്കി മെഷീനിൽ നിന്നൊക്കെ. അപ്പോൾ അതിന് ഈ സെയിം മെഷീൻ നല്ല അടിപൊളിയാണ് കേട്ടോ. അതുപോലെ ഈ തുണി ബനിയൻ ക്ലോത്താണ്, ഈ പാൻറ്റ്. അപ്പോൾ ഈ മെഷീനിൽ ഉഷാ ജനോമിയാണ് എൻ്റെ മെഷീൻ. ഇതിൽ തയ്ച്ചെടുക്കാൻ നല്ല സുഖമാണ്. സ്റ്റിച്ചൊക്കെ എന്താ കണ്ടോ കറക്റ്റ് പെടുന്നത്. അതാണ് ഞാൻ കേട്ടോ കളർ നൂല് വെച്ച് തയ്ച്ച് കാണിച്ചത്. അപ്പം നമുക്ക് അടുത്ത രണ്ടാമത്തെ ഐഡിയ എന്താണെന്ന് നോക്കാം. ഇത് നമ്മൾ ക്യാരി ബാഗ് പിന്നെ അതുപോലെ ചുരിദാറിൻ്റെ ഷോള് അതിൻ്റെയൊക്കെ കോർണറിൽ നമ്മളിങ്ങനെ പീസെല്ലാം വെച്ച് തയ്ക്കുമ്പോൾ കോർണറിൽ നമ്മൾ രണ്ട് പീസ് അങ്ങനെ പീസായിട്ട് വെക്കാതെ ഒറ്റ പീസിലെങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കുക. അപ്പോൾ അതുപോലെ നീളത്തിൽ തയ്ച്ച് വരിക. എന്നിട്ട് നമ്മൾ 4 ഇഞ്ച് തയ്യൽ തുമ്പ് ഈ കോർണറിലെത്തുമ്പോൾ ഇട്ടിട്ടാണല്ലോ തയ്ക്കുക. അപ്പോൾ ഈ 4 ഇഞ്ച് എത്തുന്നിടത്ത് ഇതുപോലെ അങ്ങനെ വരച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ പിന്നെ നീളത്തിലെടുക്കുന്ന പീസില്ലേ അതിനിങ്ങനെ ഒരു 4 ഇഞ്ച് കട്ട് ചെയ്യുക. നമ്മൾ തയ്ക്കുന്നതിൻ്റെ അവിടെ അങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ കട്ട് ചെയ്തതിൻ്റെ അവിടെ വന്നിട്ട് നമ്മൾ സൂചി ഒന്ന് കുത്തി നിർത്തുക. ഇതുപോലെ കുത്തി നിർത്തിയതിന് ശേഷം നമ്മൾ അതിൻ്റെ തുണി ഇങ്ങനെ തിരിച്ചെടുക്കുമ്പോൾ ആദ്യം മുകളിലുള്ള ഇങ്ങനെ പൊക്കി എടുക്കണം, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോവാതെ നോക്കണം. തിരിച്ചിട്ട് അങ്ങനെ കുടുങ്ങിപ്പോവാതെ നോക്കണം, അല്ലെങ്കിൽ അവിടെ കുത്തി വലിഞ്ഞ പോലെ ഉണ്ടാവും. എന്നിട്ട് ഒരേ ലെവലാക്കി തിരിച്ച് ഇങ്ങനെ തയ്ച്ച് വന്നാൽ മതി. അപ്പോൾ നമ്മൾ അടുത്ത കോർണറിലെത്തുമ്പോഴും ഇതുപോലെ ഇതങ്ങനെ മടക്കി കാണിച്ചു തരാം. ഇതത്ര 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടില്ല നമ്മൾ തയ്ക്കുള്ളൂ. അപ്പോൾ അവിടെ വന്നിട്ട് ഇങ്ങനെ നമ്മൾ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് 4 ഇഞ്ച് ഞാൻ ചോക്കൊണ്ട് അടയാളപ്പെടുത്തുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ മെഷീനും വെള്ള തുണിയും വെള്ളമല്ല, അപ്പോൾ ഞാൻ റെഡ് നൂലിൽ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു 4 ഇഞ്ചിലാണ് തയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ തയ്യൽ തുമ്പ് എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് വേണം കേട്ടോ നമ്മൾ കട്ടിടാൻ. സ്റ്റിച്ച് അതിൻ്റെ പിന്നെ കട്ട് ചെയ്തതിൻ്റെ തൊട്ടിപ്പുറത്ത് ഇടാവൂ. എന്നിട്ട് അവിടെ കുത്തി നിർത്തുക. എന്നിട്ട് തിരിക്കുമ്പോൾ ഇതാണ്ട് ചുരുണ്ട് വരും. അത് ചുരുണ്ട് വരാതെ ആ സൂചി ഒന്ന് പൊക്കി കൊടുത്തിട്ട് ഇങ്ങനെ തിരിച്ചാൽ മതി. എന്നിട്ട് ഈ മുകളിൽ വരുന്ന തുണി നമ്മൾ ഉള്ളിൽ പെടുന്നുണ്ടോ കറക്റ്റ് നോക്കിയിട്ട് നമ്മൾ തയ്ക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പഴയ തുണിയിലൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കി നോക്കുക. എന്നിട്ട് പുതിയ തുണിയിലൊക്കെ ചെയ്ത് നോക്കാവും. ഇതിപ്പോൾ നമ്മൾ പിന്നെ ഞാൻ ചെയ്തെടുത്തത് ചെറിയൊരു ഇതിലാണ് ഡെമോ കാണിക്കുന്നതല്ലേ. അപ്പോൾ ഇത് ലക്ഷം വലുപ്പത്തിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ ക്യാരി ബാഗായിട്ട് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ ഞാൻ ഈ മുകളിലെടുത്ത ഭാഗം കുറച്ച് ചെറിയ പീസിലാണെങ്കിൽ അതിപ്പോൾ ഒരു 2 ഇഞ്ച് 1.5 ഇഞ്ച് വീതിയിലൊക്കെയാണല്ലോ നമ്മൾ ഷോളിൽ പിന്നെ ഇങ്ങനെ പടിയായിട്ട് ഇപ്പം പാൻറ്റിൻ്റെ പീസ് എടുത്തിട്ട് നമ്മൾ ഷോളിലൊക്കെ വെച്ച് ഡിസൈൻ ചെയ്യാനൊക്കെ നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത്രയൊക്കെ നമ്മൾ വീതി ഇടുള്ളൂ. അപ്പോൾ അതൊക്കെ ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കാൻ ഈ രീതിയിൽ തന്നെ ചെയ്താൽ മതി. അല്ലാതെ നമ്മൾ പീസായി ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതാ ഈ കോർണറിൽ എത്തിയിട്ടുണ്ടോ, ഇത് ഭാഗം ഇങ്ങനെ പൊക്കി എടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് അടിയിലെ തുണി ഒരേ രീതിയിൽ വരും. ഇതുണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് തയ്ച്ചെടുത്താൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാണിക്കുന്നില്ല, ക്യാരി ബാഗ് അല്ലല്ലോ കാണിക്കുന്നത്. അപ്പോൾ ഈ കോർണർ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നതുകൊണ്ടാണ് ഇത്ര വെച്ച് നിർത്തിയത്. അപ്പോൾ പിന്നെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഉപകാരപ്പെട്ടാൽ അഭിപ്രായം പറയുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതുണ്ടോ തയ്ച്ച് കഴിഞ്ഞ് കണ്ടില്ലേ, ഈ കോർണറിലൊക്കെ കറക്റ്റ്
കറക്റ്റ് ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്നിങ്ങനെ നമ്മൾ വിരൽ വെച്ചിട്ടൊന്നുകൊണ്ട് മറിച്ച് കൊടുത്താൽ മതി. അത് ചുരുണ്ട് നിൽക്കുന്നത് സൂചി ഒന്ന് കുത്തി വലിയുന്നുണ്ട്, അതുകൊണ്ടാണ്. സൂചി മാറ്റാനായിട്ടുണ്ട്, അതുകൊണ്ടാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ കണ്ടില്ലേ നല്ല ഫിനിഷിങ്ങോട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒറ്റ തുണിയിൽ തന്നെ നമുക്ക് ഈ കോർണർ തയ്ച്ചെടുക്കാം. ഇതിപ്പോൾ അയൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നല്ല ഭംഗിയിലുണ്ടാവും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ഇത്രയും എളുപ്പത്തിൽ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് വലിയതാക്കുകയാണ് നമുക്ക് ഒരു ക്യാരി ബാഗായിട്ട് ഉപയോഗിക്കുക. അതുപോലെ ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ള ഈ വീതി കുറച്ചിട്ട് 1 ഇഞ്ച് 1.5 ഇഞ്ച് അല്ലെ 2 ഇഞ്ചൊക്കെ വീതിയിലെടുത്താൽ നമുക്ക് ഈ ഷോളിൻ്റെ അറ്റത്തൊക്കെ തയ്ച്ചെടുക്കാം. അപ്പോൾ പിന്നെ ഞാൻ കാണിച്ചു തരാം ഷോളിൻ്റെ അറ്റത്ത് എങ്ങനെ തയ്ക്കുമ്പോൾ വരിക എന്നുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ കാണിക്കുകയാണ്. ഞാനിപ്പോൾ വേറൊന്നും സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നില്ല, അത് ഞാൻ പിന്നെ വേറെ ഷോളിൽ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ തൽക്കാലം അപ്പോൾ ഈ വീതിക്കൊക്കെ അല്ല നമ്മൾ ഷോളിൽ ഉണ്ടാകുക. അപ്പോൾ ഈ കോർണറിലൊക്കെ എത്തുമ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക, അങ്ങനെ ഉണ്ടാകുക. അപ്പോൾ ഞാൻ ഇതിൽ തന്നെ ഒന്നുകൂടി മടക്കി കാണിക്കുകയാണ്. അപ്പോൾ ഈ വീതിയിലൊക്കെ നമ്മൾ കോർണർ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുക, കണ്ടില്ലേ. അപ്പോൾ ഇവിടെ ഞാൻ മടക്കി ശരിയാവായിട്ട് കേട്ടോ, കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ ഉള്ളിൽ. അപ്പം തയ്യൽ തുമ്പൊന്നും കാണാത്ത രീതിയിലാണ് നമ്മൾ ഈ ഷോളിൻ്റെ ഇതിലൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.